നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. എല്ലാ സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മൂലം നക്ഷത്ര ജാതർക്ക് ഒരു 29 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏത് ദശാകാലമായിരിക്കും എന്നാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. മൂലം നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ കേതുർ ദിശയിലാണ്. കേതുർ ദിശ എന്ന് പറയുന്നത് 7 വർഷമാണ്. ഇവിടെ ഓരോരുത്തരുടെയും ജനന സമയത്തെ വെച്ച് കണക്കുകൂട്ടി എടുത്താൽ മാത്രമേ പ്രാരംഭ ദശയായ കേതുർ 7 വർഷം തന്നെ ലഭിച്ചിട്ടുണ്ടോ, അതോ 7 മാസമേ ലഭിച്ചിട്ടുള്ളൂ, അതോ 7 ദിവസമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് കണക്കൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു പൊതുവായിട്ട് പറയുമ്പോൾ ആ 7 വർഷ കേതുർ ദശയെ അതിൻ്റെ പാതിയായ 3.5 വർഷം എന്ന രീതിയിൽ ക്രമപ്പെടുത്തുകയാണ്. അപ്പം മൂലനക്ഷത്രജാതൻ ജനിക്കുന്നത് കേതുർ ദശയിലാണ്. ഏകദേശ കണക്കനുസരിച്ച് ജനന സമയം മുതൽ ഏകദേശം 3.5 വയസ്സ് വരെ കേതുർ ദശാകാലമായിരിക്കും മൂലനക്ഷത്ര ജാതനെ. 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെ ശുക്രദശാകാലമായിരിക്കും. 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെ സൂര്യദശാകാലമായിരിക്കും. 29.5 വയസ്സ് മുതൽ 39.5 വയസ്സ് വരെ ചന്ദ്രദശാകാലമായിരിക്കും. അപ്പോൾ 29 30 കൂട്ട്, 29.5 വേണ്ട, 30 തന്നെ കൂട്ട്. 30 to 40 അല്ല 29 30 to 40 30 to 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ചന്ദ്രദശാകാലം. ഇതിനെ ക്ഷേമ നക്ഷത്രാധിപദശ എന്നറിയപ്പെടുന്നത്. പൊതുവെ ഗുണകരമായിരിക്കും എന്നാണ് ജ്യോതിഷ അഭിപ്രായം പ്രാഥമികമായിട്ടുള്ളത്. എന്നാൽ ഈ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മുഖവിലക്കെടുക്കാൻ പറ്റില്ല. കാരണം ഒരു ജാതകത്തിൽ, ഒരു മൂലം നക്ഷത്ര ജാതൻ്റെ ജാതകത്തിൽ ആ വ്യക്തിയുടെ ഗ്രഹനിലകൾ ചന്ദ്രൻ ശുഭനാണോ അശുഭനാണോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ജീവിതാനുഭവങ്ങളിലേക്ക് ഫലങ്ങളും വരുന്നത്. അപ്പോൾ മൂലം നക്ഷത്രജാതനെ സംബന്ധിച്ച് 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ചന്ദ്രദശാകാലം ജാതകത്തിലെ ചന്ദ്രൻ്റെ ശുഭാശുഭ ഫലങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പറയണം. എങ്കിലും നമ്മളിവിടെ ഒരു വീഡിയോയിൽ ഈ വിഷയം പരാമർശിക്കുമ്പോൾ ഇതിനെ സൂചിപ്പിച്ചാൽ, ജാതകപ്രകാരം ശുഭനായ ചന്ദ്രനാണെങ്കിൽ, അതായത് നല്ല ഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് അവരുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ, ഈ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലി കിട്ടാനിടയുണ്ട്. ഇത് കൂടുതലും കിട്ടാൻ സാധ്യതയെന്ന് പറയുന്നത് ഔഷധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, മെഡിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാവാം, ഹോട്ടൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാകാം, മദ്യവിപണന നിർമ്മാണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാവാം, ഔഷധ നിർമ്മാണ ചികിത്സാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുമാകാം. അപ്പോൾ ചന്ദ്രദശാകാലത്ത് പ്രാധാന്യമായിട്ട് നമ്മൾ ശുഭനായിട്ടുള്ള ചന്ദ്രദശാകാലത്ത് പറയേണ്ടത് സർക്കാർ ജോലി തന്നെയാണ്. ജലവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒക്കെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് ജോലി കിട്ടാനിടയുണ്ട്. സർക്കാർ ജോലിക്ക് സാധ്യതയുള്ളതാണ്. ബോട്ടിൽ ജോലി കിട്ടുക, കപ്പലിൽ ജോലി കിട്ടുക, അതുപോലെ തന്നെ ആശുപത്രികളിൽ ജോലി കിട്ടുക, മരുന്ന് നിർമ്മാണ കമ്പനികളിൽ ജോലി കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സർക്കാർ ജോലിക്ക് സാധ്യതയുണ്ട്. അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. മന്ത്രി പദവിയിലേക്ക് എത്തിച്ചേരാം. മന്ത്രിയാവുക, വാർഡ് മെമ്പറാകുക, കൗൺസിലറാവുക, ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ പ്രസിഡൻറ്റോ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആവുക, ഏതെങ്കിലും സർക്കാർ ബോഡികളിൽ അംഗമാകുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധികാര സ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ചന്ദ്രദശാകാലം വളരെയേറെ സഹായകരമാണ്. അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളടക്കമുള്ള ഒരു വീട് നിർമ്മാണം ചന്ദ്രദശാകാലത്ത് സാധിക്കും. വില കൂടിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ചന്ദ്രദശാകാലത്ത് സാധിക്കും. ഒരു വലിയ ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം, അതായത് രാജ്ഞി മേഖലയിൽ രാജാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, സ്ത്രീ ജനങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം, അവരുമായിട്ടുള്ള സൽക്കാരങ്ങൾ പങ്കെടുക്കുക, അവരുമായിട്ട് ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ വെൺചാമരങ്ങളും വെൺകുറ്റക്കൊലകളും അധികാര ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കേണ്ടി വരിക, സന്ദർശിക്കേണ്ടി വരിക, അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക, ഇതുമൊക്കെ ചന്ദ്രദശാകാലത്ത് സാധിക്കുന്ന കാര്യങ്ങളാണ്. മാതാവിന് ഏറ്റവും കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. മാതാവിൻ്റെ പ്രീതി നേടിയെടുക്കുവാൻ സാധിക്കും. മാതാവുമായിട്ട് ഉള്ള ബന്ധങ്ങൾക്ക് നല്ല ഊഷ്മളമായൊരു സ്ഥിതി വരിക. സ്വന്തമായിട്ട് ഭൂമി വാങ്ങുക. ഭൂമി വാങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും സമതല പ്രദേശങ്ങൾ അല്ലെങ്കിൽ നികത്തപ്പെട്ട പാടങ്ങൾ പോലെയുള്ളവ, അതിൻ്റെ അടുത്തൊരു കുളം കാണും,
ആ കുളത്തിൽ ആമ്പൽ പോലെയുള്ള ചെടികൾ വളരുന്ന പ്രദേശങ്ങൾ അവയൊക്കെ സ്വന്തമാക്കാനുള്ള സാധ്യതയും ചന്ദ്രദശാകാലത്തുണ്ട്. കൂടുതൽ യാത്രകൾ, പ്രത്യേകിച്ച് സമുദ്രയാത്രകൾ, സമുദ്രം കടന്നുള്ള വിദേശത്തേക്കുള്ള പോകൽ, സമുദ്ര സ്നാനം, ഇത്തരം കാര്യങ്ങളും ചന്ദ്രദശാകാലത്തിൽ ഏകദേശം അനുകൂലമായ ഫലങ്ങളായി വരുന്നതാണ്. വളരെയേറെ സുന്ദരകരമായിട്ടുള്ള എന്താ പറയുക, സുഖകരമായിട്ടുള്ള ഭക്ഷണം തുടർച്ചയായിട്ട് ലഭിക്കുന്ന അവസ്ഥ, വളരെയേറെ ആഡംബരത്വമുള്ള അലങ്കരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ശയനം, ഉറങ്ങാനുള്ള അവസ്ഥ, മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗദുരിതങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ ശാന്തമാകുന്ന അവസ്ഥ. അങ്ങനെ അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ, പ്രാർത്ഥനകൾ, വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഫലശുദ്ധി ഉണ്ടാകുന്ന അവസ്ഥ. ഇങ്ങനെ വളരെയേറെ ക്ഷേമകരമായിട്ടുള്ള ഗുണഫലങ്ങൾ ശുഭനായിട്ടുള്ള ചന്ദ്രൻ്റെ ദശാകാലത്തിൽ സംഭവിക്കാം. ഇനി ചന്ദ്രൻ ദോഷഫലപ്രദായകനാണെങ്കിൽ എന്താ സംഭവിക്കുക? ജാതകപ്രകാരം ചന്ദ്രൻ പ്രദാനം ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് മാതാവുമായിട്ട് വേർപിരിയാനുള്ള സാധ്യതയുണ്ട്. മാതാവിൻ്റെ വിയോഗമാകാം, അല്ലെങ്കിൽ മാതാവുമായിട്ട് ഏതെങ്കിലും കാര്യത്തിലുള്ള അഭിപ്രായ ഭിന്നതയാവാം. മാതാവുമായിട്ടുള്ള വിയോഗം, മനസ്സിന് ഒരു സമയത്തും ഒരു സ്വസ്ഥതയില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബന്ധത്തിലോ സൗഹൃദത്തെയൊക്കെ ചുറ്റിപ്പറ്റി അപവാദങ്ങളുണ്ടാവുക, അപകീർത്തികളുണ്ടാവുക, അധികാര സ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ വരിക, അവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളുണ്ടാവുക. ചുരുക്കത്തിൽ നീചനായ ചന്ദ്രദശയാണെങ്കിൽ മനസമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഉണ്ടാകാവുന്ന പേരുദോഷം മുഴുവനുണ്ടാക്കി ആ നാട്ടിൽ നിന്ന് തന്നെ പോയി ഏതെങ്കിലും സ്ഥലത്ത് മറഞ്ഞ് ജീവിക്കേണ്ടി വരാം. ഒളിവിൽ ജീവിക്കാനല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ പെടാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ താല്പര്യമില്ലാതെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് താമസിക്കേണ്ട, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിഞ്ഞ് താമസിക്കുന്ന രീതിയിലേക്കും ഫലങ്ങൾ വരാം. അപ്പോൾ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് പൊതുവെ തൊഴിൽ ഉന്നതി, ധനലാഭം, ധനവരവ്, ധനാഗമം ഇവയൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നീതനായ ചന്ദ്രനാണെങ്കിൽ മാനസിക രോഗം, മാനസികമായിട്ട് തകർന്നിട്ട് അതിനെ ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥ. മനോകാരകനാണ് ചന്ദ്രൻ. ഇപ്പോൾ ചന്ദ്രൻ്റെ നീതനായ ചന്ദ്രൻ്റെ ദശാകാലമാണെങ്കിൽ മാനസികമായ ഡിപ്രഷൻ ഉണ്ടാവുക, ഇതുമൊക്കെ ഈ ചന്ദ്രദശാകാലത്ത് ഉണ്ടാകാനുള്ള ഒരു ഫലങ്ങളാണ്. ഇപ്പോൾ ചന്ദ്രൻ ശുഭനോ അശുഭനോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ചന്ദ്രദശാകാലമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ട് തോന്നിയേക്കാം. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കാനിടയുണ്ട്. അതിൽ വിശിഷ്യമായിട്ടും സുഗന്ധദ്രവ്യങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനിടയുണ്ട്. ഇവയൊക്കെ കൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക ആകർഷണത വരും. ആ ആകർഷണീയതയിലൂടെ ആയിരിക്കും നമുക്ക് ചുറ്റും നിൽക്കുന്നവരിൽ ഒരു സ്വാധീനം ഉണ്ടാക്കേണ്ടത്. ആ സ്വാധീനത നമ്മൾ ശുഭനായ ചന്ദ്രനാണെങ്കിൽ ഗുണപ്പെടുത്തിക്കൊണ്ട് ഗുണകരമായിട്ട് നീങ്ങും. നീചനായ ചന്ദ്രനാണെങ്കിൽ ആ സ്വാധീനങ്ങളെ നമ്മൾ ദുരുപയോഗപ്പെടുത്താനിടയാകും. ഇതൊക്കെ മനോകാരകനായിട്ടുള്ള ചന്ദ്രനെ നമ്മുടെ മനസ്സിനെ വളരെയേറെ സ്വാധീനിക്കുവാനും അതിനെ നിയന്ത്രിക്കുവാനും കഴിയുമെന്നാണ് ജ്യോതിഷാഭിപ്രായം. അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്രൻ മനോകാരകനാണ്. നമ്മുടെ മനസ്സിൽ ഏതു തരത്തിലുള്ള വികാരം എപ്പോൾ വേണമെങ്കിലും ഇൻജക്റ്റ് ചെയ്യുവാനും അതിന് നമ്മളെ 100% അടിമയാക്കുവാനും ചന്ദ്രന് പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന, സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. മാനസിക നില തകരാറിലാകുക വരെ ചന്ദ്രനെ കൊണ്ട് നടക്കുന്ന കാര്യമാണെന്നാണ് ജ്യോതിഷാഭിപ്രായം. ഇപ്പോൾ ചന്ദ്രൻ പഴച്ചു, അല്ലെങ്കിൽ ചന്ദ്രൻ ദോഷകാലമാണ്, ചന്ദ്രദശാകാലം ദോഷമാണെങ്കിൽ എന്താണ് അതിന് ഉള്ള പരിഹാരം ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, തിങ്കളാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകുക, വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ആമ്പൽപ്പൂ സമർപ്പണം, ശംഖിൽ പാലഭിഷേകം, ഉണക്കലരി പായസ നിവേദ്യ സമർപ്പണം എന്നിവ ചന്ദ്രദോഷ പരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ വിധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല നിലാവുള്ള രാത്രിയിൽ ആമ്പൽ പൂ കിടക്കുന്ന കുളത്തിൽ സ്നാനം ചെയ്യുന്നത്, കുളിക്കുന്നത്, സമുദ്രത്തിൽ സ്നാനം ചെയ്യുന്നത്, കുളിക്കുന്നത്, ഇതൊക്കെ തന്നെ ചന്ദ്രദോഷ പരിഹാരമായിട്ട് പറയുന്നു. ഇതൊന്നുമില്ല, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മൂൺ വാക്ക് എന്ന് പറയുന്നൊരു ഒരു രീതിയുണ്ട്. നിലാവുള്ള രാത്രികളിൽ നിലാവിനെ തന്നെ ഒരു മണിക്കൂർ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ശാന്തമായൊരു സ്ഥലത്ത് നിലാവിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, കിടക്കുക എന്നൊക്കെ പറയുന്ന രീതി
അതും ഈ ചന്ദ്രദോഷ പരിഹാരത്തിനായിട്ട് പറയുന്നതാണ്. അവിടെ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കണമെന്ന് പറയാറുണ്ട്. ഓം ചന്ദ്രായ നമ, ഓം സം സോമായ നമ, അതായത് ഓം ഗംഗണപതിയെ നമ, ഓം സം സോമായ നമ, ഓം ഗംഗണപതിയെ നമ, ഓം സം സോമായ നമ എന്നൊക്കെ ജപിച്ചുകൊണ്ട് ചന്ദ്രനെ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്ന പരിഹാരങ്ങളും പല ഗ്രന്ഥങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും ചന്ദ്രദശാകാലത്തിൽ ദോഷകരമായ ചന്ദ്രനാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറയുന്നത് ദുർഗാദേവിയാണ്. ദുർഗാദേവി ഭജനം കൊണ്ട് ഗുണകരമാകുമെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഈശ്വര പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊക്കെ ഒരു പിന്നെ മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് ചന്ദ്രൻ മാനസിക നിലയെ കൂടെ സ്വാധീനിക്കുന്ന ആളായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ചന്ദ്രൻ്റെ സമക്ഷം എത്തുന്നു എന്നൊരു വിശ്വാസം നമ്മളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനോബലം വർദ്ധിപ്പിക്കുവാനും അതുവഴി നമുക്ക് നമ്മളെ തന്നെ ഉയർത്തുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ലളിതമായിട്ട് നമുക്കിതിൽ പറയാനുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും വിവരണങ്ങളും ഒക്കെ വരുന്ന വീഡിയോകളിലുണ്ട്. നമ്മുടെ ചാനലിൽ കാണുന്ന പലരും ജ്യോതിഷോപദേശത്തിന് നമ്മളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. 9288115644 9288115644 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കുക. സമയം പോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ മറുപടി നൽകുന്നതാണ്. ഇതാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.